മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനകിയാണെങ്കിൽ രാവിലെ അനാമികയ്ക്കുള്ള ചായയുമായിട്ട് അവളുടെ മുറിയിലേക്ക് പോവാണ്. സമയം ഏകദേശം ഒരു 9:30 ആയിട്ടോ, എങ്കിലും അനാമിക എഴുന്നേറ്റിട്ടില്ല. ബാക്കി എല്ലാവരും ഓഫീസിലേക്കും അവരവരുടെ കാര്യത്തിനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ജാനകി അങ്ങനെ മരുമകളെ ഉണർത്താനായിട്ട് മുറിയിലേക്ക് ചെല്ലുമ്പോഴേക്കും കാണുന്ന കാഴ്ച അനാമിക തറയിൽ വീണ് കിടക്കുന്നതാണ്. ജാനകിയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ പോകുന്നുണ്ട്. മോളെ എന്ന് വിളിച്ച് ഓടിച്ചെന്ന് ജാനകി അനാമികയെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും സൗണ്ട് കേട്ടുകൊണ്ട് ജലജയും ദേവയാനിയൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരാണ്. എന്താ ജാനകി, എന്താ സംഭവിച്ചേ? ചേച്ചി അറിയില്ല, ഇത്ര നേരമായിട്ട് കാണാത്തോണ്ട് ഞാൻ ചായ കൊണ്ട് വന്നാ മോക്ക്. ദാ അപ്പൊ തറയിൽ കിടക്കണു, ബോധം കെട്ട് വീണാൻ തോന്നു. അയ്യോ, ഇവിടെ ഇപ്പൊ ആരുമില്ലല്ലോ, ആ ഡ്രൈവറെ വിളിക്ക്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശനല്ലേ, മുത്തശ്ശനെ വിളിക്കാമെന്നും പറഞ്ഞിട്ട് ജാനകി മുത്തശ്ശനെ വിളിക്കുന്നുണ്ട്. മുത്തശ്ശനും ബാക്കി എല്ലാവരും കൂടി പെട്ടെന്ന് അനാമികനെ എടുത്തുകൊണ്ട് വണ്ടിയിൽ കടത്തിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നുണ്ട്. ഈ സമയം ജാനകി നമ്മുടെ അനിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടാ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വാ, അനാമിക മോള് തല ഇറങ്ങി റൂമിൽ കിടക്കായിരുന്നു. അനി പറയുന്നുണ്ട്, ഞാൻ അവിടെ നിന്ന് വന്നിട്ട് 6 മണിക്കൂർ ആയല്ലോ, അപ്പോഴും അവളോട് പൂക്കുറ്റി ഉറക്കായിരുന്നു. നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിന്നോട് ഞാൻ എന്താ പറയുന്നേ, നീ എന്നെ തിരിച്ചു പറയുന്നേ? മര്യാദയ്ക്ക് പെട്ടെന്ന് വരാൻ നോക്ക്, കുട്ടിക്ക് എന്താ സംഭവിച്ചെന്നറിയില്ല, എനിക്കാണെങ്കിൽ ആകെപ്പാടെ പേടിയാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവര് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. ഡോക്ടർ ആണെങ്കിൽ അവളെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാം പേടിച്ച് നിൽക്കാണ്. ദേവേനി പറയുന്നുണ്ട്, ജാനകി പേടിക്കാനൊന്നുമില്ല, തല ഇറങ്ങി വീണതല്ലേ ഉള്ളൂ, ചിലപ്പോൾ വല്ല BP കുറഞ്ഞായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നമാകാൻ ചാൻസ് ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ജലജ പറയുന്നുണ്ട്, ഇനി ജാനകി വല്ല വിശേഷത്തിനും ആയിരിക്കുമോ? അങ്ങനെയൊന്നും ഉണ്ടാവാന് ഒരു ചാൻസും ഇല്ല, കാരണം ഇപ്പോഴും രണ്ടുപേരും രണ്ടായിട്ട് കിടക്കുന്നതല്ലേ പറഞ്ഞത്, പിന്നെ അങ്ങനെ വിശേഷം ഉണ്ടാവാനാ? അവന്റെ മനസ്സിൽ ഇപ്പോഴും അവളല്ലേ ആ മൊട്ടച്ചി എന്നൊക്കെ ജാനകി പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട്, നീ അതൊക്കെ വിട് ജാനകി, അതൊക്കെ ശരിയായിക്കോളും. അനാമിക മോളൊന്ന് മനസ്സറിഞ്ഞ് അവനെ സ്നേഹിച്ചാലേ എല്ലാം അവക്ക് ഉപകാരമായിട്ട് നടക്കും. എന്തായാലും അവർ 2 സ്ഥലത്താ കിടക്കുന്നേനെ, മിനിങ്ങാന്നും കൂടെ എന്നോട് അനി പറഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് വിശേഷമാവണമെന്ന് ചാൻസ് ഇല്ലല്ലോ. എന്തായാലും നമുക്ക് നോക്കാം, വല്ല BP കുറഞ്ഞതോ കൂടിയതൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് 3 പേരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ സമയത്ത് ഡോക്ടർ ഇവരെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ഇന്നപോലെ അനാമിക ഗർഭിണിയാണ് എന്നുള്ള കാര്യം. ഇത് കേട്ടപാടെ 3 പേരും ഞെട്ടിപ്പോകുന്നുണ്ട്. ജാനകി ചോദിക്കാണ്, ഡോക്ടറെ ഒന്നുകൂടി ചെക്ക് ചെയ്തോ? അങ്ങനെയാവാൻ ചാൻസ് ഒന്നുമില്ല. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 6 മാസം ആയില്ലേ, ഇവള് പ്രഗ്നന്റ് ആണ്, എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല, 1.5 മാസമായി കുഞ്ഞിന് വളർച്ച എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ഇവരെല്ലാരും പരസ്പരം മുഖത്തോടെ മുഖം നോക്കാണ്. എന്താ എന്ന് നിങ്ങൾ പരസ്പരം മുഖത്തോടെ മുഖം നോക്കുന്നേ? ഒന്നുമില്ല ഡോക്ടർ എന്നിവർ പറയുന്നുണ്ട്. എന്നാ ശരി, ദാ ഈ മരുന്നൊക്കെ കൊടുക്കാൻ തുടങ്ങിക്കോണം, അതുപോലെ തന്നെ നല്ല റെസ്റ്റ് വേണം, 3 മാസം വരെ സൂക്ഷിക്കണം. പിന്നെ അമിതമായ കട്ടുള്ള ജോലികൾ ചെയ്യിക്കോ, മനസ്സിൽ സ്ട്രെസ് കൊടുക്കുകയൊന്നും ചെയ്യരുത്, നല്ല ആഹാരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ കുറെ ചീട്ടും മരുന്നൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇവരിത് 3 കൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, എന്താ ജാനകി ഇത്, ഇനി ഇത് അനിയുടെ കുഞ്ഞു തന്നെയാണോ? അങ്ങനൊന്നും പറയല്ലേ, ചിലപ്പോ ഇവര് അറിയാൻ സംഭവിച്ചായിരിക്കും, ഭാര്യയും ഭർത്താവല്ലേ, ഒരു മുറിയിലല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ രണ്ടുപേരും അഭിനയിച്ച് കണക്കായിരിക്കും എന്നും പറഞ്ഞിട്ട് ജാനകി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ ദേവ്യാനിയുടെ മനസ്സിൽ എവിടേക്കോ സംശയത്തിന്റെ വിത്തുകൾ പാകുന്നുണ്ട്. കാരണം നമ്മുടെ ദേവ്യാനിക്കറിയാം, അനി പലതവണ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ലെന്നുള്ള കാര്യം, പിന്നെ എങ്ങനെ എന്ന് ആലോചനയിലാണ് നമ്മുടെ ദേവയാനി. അങ്ങനെ അനാമികനെ മുറിയിലേക്ക് കാണാനായിട്ട് ദേവയാനിയും ജലജയും ജാനകിയും കൂടി പോകുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക ചോദിക്കാണ്, അമ്മേ എനിക്ക് എന്താമ്മേ പറ്റിയത്? എനിക്ക് രാവിലെ ഞാൻ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി, പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ലെന്ന് പറയുന്നുണ്ട്. മോളെ, അമ്മ ചായമായിട്ട് വന്നപ്പോൾ മോളോട് തലയിറങ്ങി കിടക്കായിരുന്നു, സാരമില്ല അമ്മ കണ്ടല്ലോ, അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു, മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, സന്തോഷമുള്ള കാര്യമോ? എന്താമ്മേ? മോളെ അമ്മയാകാൻ പോവാ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ അനാമിക ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം അവൾക്കറിയാം അത് അനിയുടെ കുഞ്ഞല്ലെന്നുള്ള കാര്യം, അവളുടെ കാമുകന്റെ കുഞ്ഞാണ് കേട്ടോ അവളുടെ വയറ്റിലുള്ളത്. അവൾ ആകെപ്പാടെ ഒന്ന് വിറച്ച് നിൽക്കുകയാണ്. എന്താ മോളെ മോക്കൊരു സന്തോഷമില്ലാത്തേ? ഒന്നുമില്ലമ്മേ, അനിയുടെ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നില്ലേ, ഞങ്ങൾ 2 സ്ഥലത്തായി കിടന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അനിയുടെ അടുത്തേക്ക് വരാറൊക്കെ ഉണ്ടായിരുന്നു, അത് സ്നേഹം കൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല, ചിലപ്പോൾ മനസ്സിൽ അവളായിരിക്കും ആ നന്ദു,
പക്ഷേങ്കിൽ ഇനിയിപ്പോൾ എന്നെ ഈ കുഞ്ഞിനെ സ്നേഹിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ലാമേ എന്നൊക്കെ പറയുമ്പോൾ ഇനി അതൊക്കെ സംഭവിച്ചോളും. മോളുടെ വയറ്റിലിപ്പോൾ ഒരു കുഞ്ഞായല്ലേ, അതറിയുമ്പോൾ അവന് വലിയ സന്തോഷമായിരിക്കും. അവൻ മോളെ സ്നേഹിച്ചോളും എന്നൊക്കെ പറയുമ്പോൾ സ്നേഹിച്ചാൽ മതിയായെന്നൊക്കെ പറഞ്ഞ് അനാമിക പറയുന്നുണ്ടെങ്കിലും അവളുടെ ചങ്കുകിടന്നിരിക്കുകയാണ്. കാരണം അനിക്കറിയുള്ള സത്യങ്ങൾ അനി അങ്ങനൊന്നും ചെയ്തിട്ടില്ലെന്നും അനി ഇവളുമായിട്ട് യാതൊരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ടില്ലെന്നുള്ള കാര്യം അനിക്ക് നന്നായിട്ട് വ്യക്തമായി അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾ വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ്. ഡോക്ടർ എന്നിട്ട് പറയുന്നുണ്ട് ഇനി ഇവിടെ കിടക്കേണ്ട കാര്യമൊന്നുമില്ല, കൊണ്ടുപോക്കോ വീട്ടിലേക്ക്, ഡിസ്ചാർജ് ചെയ്ത് തന്നേക്കാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഡിസ്ചാർജ് ഒക്കെ ആവുന്നുണ്ട്. മുത്തശ്ശനോട് ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ് എന്തായാലും ഒരു കീരി പാമ്പ് പോലെ ആയിരുന്നെങ്കിലും ഇപ്പൊ സന്തോഷവാർത്ത കേൾപ്പിച്ചല്ലോ, സമാധാനമായി. പക്ഷെ ഇതിന് മുമ്പേ ഉള്ള നയനമോള ഇതുവരെ സന്തോഷവാർത്ത ഒന്നും കേൾപ്പിക്കാത്തെന്ന് പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് അച്ഛൻ എന്തിനാ അച്ഛൻ ഇപ്പൊ ആ കാര്യമൊക്കെ പറഞ്ഞേ എന്നും ചോദിച്ചുകൊണ്ട് അവൾ ദേഷ്യപ്പെട്ട് അനാമികയെ വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ ഇവര് വണ്ടിയിൽ കയറാൻ നേരമായിരിക്കും അങ്ങോട്ടേക്ക് അനി വരുന്നത്. ജാനകി ചോദിക്കാണ് ഓ ഇപ്പോഴെങ്കിലും നീ വന്നോ, എത്ര നേരം നിന്നെ വിളിച്ചിട്ട്? അമ്മേ അത് പിന്നെ ഞാൻ ഓഫീസിൽ വർക്കല്ലായിരുന്നു, അതും കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങണ്ടേ. എന്താമ്മേ എന്താ കാര്യം എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ദേവി എന്നൊന്നും മിണ്ടുന്നില്ല. കാരണം അവിടെ മനസ്സിൽ ചെറിയ സംശയം ഉണ്ടല്ലോ. ജലജ പറയാണ് കോൾ അടിച്ചല്ലോടാ, നീ എത്ര പ്രാവശ്യം പറഞ്ഞു ഇവളോട് യാതൊരു ബന്ധമില്ലെന്ന്, എന്നിട്ടിപ്പോൾ എന്താ സംഭവിച്ചേ, നീ ഒരു അച്ഛനാകാൻ പോവാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശരിക്കും ഞെട്ടിയത് നമ്മുടെ അനി തന്നെയാണ്. അനി അവളെ നോക്കുമ്പോഴേക്കും അവളെ തനയും കുണിച്ച് നിൽക്കായിരിക്കും. അവൻ മനസ്സിലോർക്കാണ് എൻ്റെ കുട്ടിയാന്ന് പറഞ്ഞവള് കള്ളത്തരം പറഞ്ഞായിരിക്കും, അവളുടെ കാമുകന്റെ കുട്ടിയായിരിക്കും അവളുടെ വയറ്റില്. ഈശ്വര എൻ്റെ ജീവിതം എങ്ങോട്ടേക്ക് പോണേന്ന് ആലോചിച്ച് വിഷമിച്ച് നിൽക്കായിരിക്കും നമ്മുടെ അനി. ജാനകി ചോദിക്കാണ് എന്താടാ ഇത്ര സന്തോഷമുള്ളൊരു വാർത്ത കേട്ട് നീ മിണ്ടാ നിൽക്കുന്നേ, നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ എന്ത് പറയാനാമേ, എനിക്കൊന്നും പറയാനില്ല, എനിക്ക് തൃപ്തിയായി എന്ന് പറയുന്നുണ്ട്. എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒന്നുമില്ല, ഞാനെന്തായാലും ഓഫീസിലേക്ക് പോവാം. ഓഫീസിലേക്കോ? ഇത്രയും സന്തോഷത്തിന്റെ വാർത്ത കേട്ടിട്ട് വീട്ടിലേക്ക് വരുന്നില്ല നീ? ഇല്ല, വൈകിട്ട് അങ്ങോട്ടേക്കല്ലേ വരുന്നേ, ഞാൻ വന്നോളാം. അമ്മ അവളെയും കൂട്ടി പൊക്കോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനി അവിടുന്ന് പോവാണ്. അനാമിക പറയുന്നുണ്ട് കണ്ടോമേ, ഞാൻ അപ്പളേ പറഞ്ഞില്ലേ എന്നെ എൻ്റെ കുഞ്ഞിനെ സ്വീകരിക്കാനൊന്നും അവൻ തയ്യാറാവില്ല. അവൻ ചിലപ്പോൾ പറയും ഇത് അവൻ്റെ കുഞ്ഞല്ലെന്ന്. അത്രത്തോളം വെറുപ്പുണ്ടവൻ എന്നോട്. അവൻ ഇപ്പോഴും മനസ്സിൽ ആ നന്ദു അല്ലേ, ഈ കാര്യങ്ങൾ നന്ദുവോട് പിണങ്ങും. അതുകൊണ്ട് തന്നെ അവൻ ഉറപ്പായിട്ടും പറയും ഇതെന്റെ കുഞ്ഞല്ലെന്ന്, അല്ലെങ്കിൽ അമ്മ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരു മുഴുവൻ മുമ്പേ എറിയുന്നുണ്ട് നമ്മുടെ അനാമിക. അങ്ങനെ ആരൊക്കെ പറഞ്ഞാലും എൻ്റെ മോളെ ഈ അമ്മ ഉപേക്ഷിക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജാനകി അവളെയും കൂട്ടി കാറിൽ കയറി അനന്തപുരിയിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി വിളിച്ചു പറഞ്ഞു തന്നെ മുത്തശ്ശി അവിടെ താലമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ആരതി വീഴാനായിട്ട്. അനാമിക അങ്ങോട്ടേക്ക് കയറുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി ആണെങ്കിൽ ആരതിയെ കൊഴിഞ്ഞ് അകത്തേക്ക് പിടിച്ച് കയറ്റുന്നുണ്ട്. കയറി വന്നപാടെ മുത്തശ്ശി അവർക്ക് ലഡു മധുര പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷമുണ്ട് മുത്തശ്ശിക്ക്. മുത്തശ്ശി പറയാണ് ഞാനൊരു സമ്മാനം നമുക്ക് കാത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിലൊരു മാല എണീച്ച് കൊടുക്കുന്നുണ്ട്. സന്തോഷവാർത്ത കേൾപ്പിച്ചുള്ള സമ്മാനമാണെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അനി പെട്ടത് പോകുന്നത് ആദർശിന്റെ അടുക്കിലേക്കാണ്. അപ്പോഴേക്കും ആദർശ് നായനും ഒരു മുറിയിലിരിക്കായിരിക്കും. അവരോട് ഇരുന്ന് ഡിസൈനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് പെട്ടെന്ന് കഥകം തള്ളി തുറന്നുകൊണ്ട് അനി ചെല്ലുന്നുണ്ട്. എന്താടാ ഇത്, പേടിച്ചു പോയല്ലോ, ഇങ്ങനെയാണ് റൂമിലേക്ക് കയറി വരുന്നേ? എന്റെ ആദർശേട്ടാ, ഇതിലും വലിയൊരു ആപത്താ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എന്താടാ കാര്യം പറ. അനാമിക തലറിഞ്ഞ് വീണെന്ന് പറഞ്ഞിട്ട് അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് എന്നപ്പോഴാണ് അറിഞ്ഞത് അവൾക്ക് വിശേഷമുണ്ടെന്ന്, അവളൊരു അമ്മയാകാൻ പോകുന്നു. അപ്പോഴേക്കും നായനിക്ക് സന്തോഷമാകുന്നുണ്ട്. ആഹാ കോൾ അടിച്ചല്ലോ, ഇത്ര സന്തോഷമുള്ള കാര്യം പറയണോ നീ ഇങ്ങനെയൊക്കെ ചാടിയോടി വന്നത്? എന്തായാലും ഞങ്ങളെക്കാളും നീ മുന്തിച്ചല്ലോടാ. ഏറ്റവും മൂത്ത ആൾ ആദർശേട്ടനാ, പക്ഷെ ഏറ്റവും ഇളയ രണ്ടുപേരും ഇപ്പം അച്ഛന്മാരാകാൻ പോവാ. ആദർശേട്ടൻ എങ്ങനെ ഇരിക്കുന്നേ എന്നൊക്കെ നയനെ പറയുമ്പോഴേക്കും ചേച്ചി എന്തറിഞ്ഞിട്ടായി പറഞ്ഞേ? ഞങ്ങൾ നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് 4-5 മാസമായി, പക്ഷെ ഇന്നേ വരെ അവളുടെ ദേഹത്ത് ഞാൻ തൊട്ടിട്ട് കൂടിയില്ല. ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ല. ഒരു കട്ടിലിൽ അങ്ങേയെടുത്ത് അവളും ഇങ്ങേടുത്ത് ഞാനോ കിടക്കാറ് എന്ന് പറയുമ്പോഴേക്കും നയനെ മാതൃശ്വത് കേട്ട് ചാടി എഴുന്നേക്കാണ്. നീ എന്തൊക്കെയാടേ പറഞ്ഞത്? അവൾ നിന്റെ ഭാര്യയല്ലേ, അവളുടെ വയറ്റിലെ കുഞ്ഞ് നിന്റെ അല്ലേ, എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാവോ? അയ്യോ ആദർശേട്ടാ, അതെന്റെ കുഞ്ഞല്ല, ഞാൻ 100% ഉറപ്പിച്ച് പറയാം. അനാമിക ഞാനും തമ്മിൽ യാതൊരു ബന്ധത്തിലും ഉണ്ടായിട്ടില്ല ആദർശേട്ടാ, പിന്നെ എങ്ങനെ അത് എന്റെ കുട്ടിയാകും എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയനയും ആദർശം പരസ്പരം മുഖം നോക്കുന്നുണ്ട്. നീ പറഞ്ഞ സത്യമാണോ ആദർശേട്ടാ? ദാ നയനേച്ചിയാണ് ആദർശനാണ് എൻ്റെ അമ്മയാണ് സത്യം. ഞാനും അനാമികയും തമ്മിൽ ഇന്നേ വരെ യാതൊരു ബന്ധം ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ അവൾ ഗർഭിണിയാവാനാ? ഇത് അവളുടെ ഏതൊരു കാമുകന്റെ ഗർഭം തന്നെയാ. അതെല്ലാം പിന്നെ എൻ്റെ തലയെ കെട്ടിവെക്കാൻ നോക്കായിരിക്കും. ഇങ്ങനെയുണ്ടോ പെൺകുട്ടികൾ എന്ന് ആദർശ് പറയുന്നുണ്ട്.
അവള് കണ്ടോമാരോട് അഴിഞ്ഞാടി നടക്കാണെന്ന് ഞാൻ അപ്പളെ ആവശ്യമുണ്ട് പറഞ്ഞാലേ. ഇപ്പൊ എങ്ങനെയുണ്ട്? വെല്ലോനെയും കൊച്ചിനെയും കൊണ്ട് നമ്മുടെ തറവാട്ടിൽ കയറി നിൽക്കുക അവള്. എന്നിട്ടിപ്പം എന്റെ കുട്ടിയാണ് പോലും. ഞാൻ സമ്മതിക്കില്ല ആദിശ്യേട്ടാ. ആ ഉത്തരവാദിത്തം അങ്ങനെ ഞാൻ ഏറ്റെടുക്കണം വന്നാലേ ഞാൻ ആത്മഹത്യ ചെയ്യും. അല്ലാതെ ഒരിക്കലും ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന മാത്രം ആരും കരുതണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആനി അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. അനാമികെ സോറി നയനെ, അവളും ചിലപ്പോൾ വീട്ടിലേക്കായിരിക്കും. എന്തെങ്കിലും വിഷയം ഉണ്ടാക്കും, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ആദർശ് നയനെയും കൂടെ പെട്ടെന്ന് ചാടിത്തുള്ളിക്കൊണ്ട് അവർ അനന്തപുരിലേക്ക് പോവാണ്. ഇവരിങ്ങനെ സ്പീഡിൽ പോകുന്നത് കണ്ടുകൊണ്ട് അജയനും ജയനും എന്താ കാര്യം അറിയാൻ വേണ്ടിയിട്ട് അവരും അനന്തപുരിലേക്ക് വെച്ചുപിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ എത്താണ്. ഈ സമയത്ത് ആദർശ് നയനും അവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവൻ അവിടെ ചെല്ലുമ്പോഴേക്കും കാണുന്ന കാഴ്ച, മുത്തശ്ശിയാണെങ്കിൽ അവളുടെ വായിൽ ഇങ്ങനെ ഒരു പ്ലേറ്റിനകത്തുനിന്ന് മധുര പലഹാരമൊക്കെ എടുത്ത് വാരി കൊടുത്തോണ്ടിരിക്കായിരിക്കും. എടി അനാമിക എന്ന് വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് ചാടി ചെന്നിട്ട് ആ പ്ലേറ്റ് തട്ടി ദൂരെ എറിയുന്നുണ്ട് കേട്ടോ നമ്മുടെ അനി. ഇത് കണ്ടുകൊണ്ട് വന്ന ജാനകി ആണെങ്കിൽ ഓടുന്നുണ്ട് കർണക്കുറ്റിയുടെ ഒറ്റ അടി വെച്ച് കൊടുക്കാണ്. എന്താണ് നീ കാണിച്ചു കൂട്ടുന്നത്? അത് മുത്തശ്ശി അവക്ക് വാരി കൊടുത്തോണ്ടിരിക്കല്ലായിരുന്നോ? എന്തിനാ വാരി കൊടുക്കുന്ന എല്ലാവരും കൂടി? ഇവളാരെന്നറിയാവോ? ഇവള് നശിച്ചവളാ. ഇവളെ എനിക്ക് വേണ്ട, ഒരിക്കലും ഞാൻ ഇവളെ സ്വീകരിക്കില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നീ എന്തൊക്കെയാ അനി ഈ പറഞ്ഞേ എന്ന് മുത്തശ്ശി ചോദിക്കാണ്. മുത്തശ്ശി, ഒന്നും അറിയില്ല. ഞാൻ ഇവള് തമ്മിൽ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നേ വരെ യാതൊരു ബന്ധം ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനാ ഈ കുഞ്ഞുണ്ടാവുന്നേ എന്ന് അനി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും തന്റെ സംശയം ശരിയാണെന്നുള്ള കാര്യം നമ്മുടെ ദേവേനെ മനസ്സിലാക്കുന്നുണ്ട്. പിന്നാലെ തന്നെ ഓടി വന്നതാണ് ആദർശും നയനയും. അനിയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. അനി മിണ്ടാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ആകെപ്പാടെ പേടിച്ച് നിൽക്കുന്നുണ്ട്. എങ്കിലും എങ്ങനെയെങ്കിലും ഈ ഒരു ഗർഭം അനിയുടെ തലയെ കെട്ടിവെക്കാനാണ് അവൾ ശ്രമിക്കുന്നത്. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, അനി നീ ഒന്ന് അടങ്ങനി. ഇല്ല ആദർശേട്ടാ, എന്റെ ജീവിതം വെച്ചാ ഇവിടെ കളിക്കുന്നത്. ഇത്രയും കാലവും ഞാൻ അടക്കി പിടിച്ച് സഹിച്ചു നിൽക്കായിരുന്നു. പക്ഷെ ഇപ്പൊ എവിടെയോ പോയിട്ട് 6 കുട്ടിയും കൊണ്ട് കയറി വന്നിട്ട് അതിനെ ഞാൻ ഏക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല ആദർശേട്ടാ എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം വെക്കാണ്. അജയനും ജയനും ഒക്കെ അങ്ങോട്ടേക്ക് ഓടിക്കൂടുന്നുണ്ട്. എന്താ മോനെ, എന്താ കാര്യം ചോദിക്കാണ്. അച്ഛാ, ഇവള് ഗർഭിണിയാണെന്ന്. ഞാനും ഇവള് തമ്മിൽ ഇന്നേ വരെ യാതൊരു ബന്ധം ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയുള്ള ഗർഭിണിയാകും? ഞാനല്ലല്ലോ ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അലറി വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് അജയനും ജയനും ഒക്കെ അനിയെ വഴക്ക് പറയാണ്. ഇങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. പണ്ട് അബിയ നവ്യനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോഴേക്കും നവ്യ അവനെ അടിച്ചു നിനക്ക് ഓർമ്മയില്ലേ? പാവം അവളായിട്ടല്ലേ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് ജാനകിയൊക്കെ പറയുന്നുണ്ട്. അനി പറയുന്നുണ്ട്, അന്ന് പറയുന്ന നവ്യേച്ചിക്ക് അതിനുള്ള അവകാശം ഉണ്ടായിരുന്നു. കാരണം നവ്യേച്ചി സ്നേഹിച്ചത് അബിയെ മാത്രമാണ്. അവയുടെ കുട്ടിയാണ് നവ്യേച്ചിയുടെ വയറ്റിലുള്ളതെന്ന് നവ്യേച്ചിക്ക് അറിയാം. പക്ഷേ ഇവക്ക് അതിന് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഇവളുടെ മിണ്ടാ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും പ്രാവശ്യം ഞാൻ എൻ്റെ കുട്ടിയിൽ നിന്ന് പറഞ്ഞപ്പോൾ ഇവൾ ഒരു പ്രാവശ്യമെങ്കിലും ആണെന്ന് പറഞ്ഞേനെ. ഇത്രയും നേരമായിട്ട് അവളൊന്ന് വാക്കെങ്കിലും മിണ്ടിയോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ഞാനതുകൊണ്ട് എൻ്റെ വിഷമം കൊണ്ട് മിണ്ടാതിരുന്നാണ്. സ്വന്തം ഭർത്താവ് തൻ്റെ വയറ്റുള്ള കുഞ്ഞ് തൻ്റെ ഇല്ലെന്ന് പറയുമ്പം എന്തുമാത്രം വിഷമം ഒരു പെൺകുട്ടിക്കുണ്ടാവുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് അവളെ കരയുന്ന പോലെയുടെ കരഞ്ഞു മെഴുകുന്നുണ്ട്. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, എല്ലാവരെയും ഞാനൊരു കാര്യം കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ വല്ല സത്യം ഉണ്ടോയെന്നും പറഞ്ഞിട്ട് അവിടുന്ന് അനി പോയിട്ട് TV-യിൽ അവൻ്റെ ഫോൺ കുത്തി പ്ലേ ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയാമോ? പാർക്കിൽ വെച്ച് അന്നേരത്തൊരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ, അവർ തമ്മിൽ വേറെ കാമുകനായിട്ട് നിൽക്കുന്നത്. ആ ഒരു വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കാണ്. കണ്ടോ ഇതാ ഇവളുടെ കാമുകൻ്റെ കൂടെ പാർക്കിൽ വെച്ച് കെട്ടിമാറുന്ന നിങ്ങൾ കണ്ടല്ലോ. അവൻ്റെ മടിയിൽ കിടന്നത് കണ്ടല്ലോ. ഇതൊന്നും അല്ലായിരുന്നു അവിടുത്തെ പേക്കൂത്തുകൾ. ഇതൊക്കെ കണ്ടിട്ടും ക്ഷമിച്ച് ആ മുത്തശ്ശിക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും കാലം ഞാനൊന്നും ഉണ്ടായിരുന്നത്. പക്ഷെ ഇനി എനിക്കതിന് പറ്റില്ല മുത്തശ്ശ, എന്നോട് ക്ഷമിക്കണം. ഇത് എൻ്റെ കുട്ടിയല്ല, അത് 100% ഏത് കോടതിയിൽ ഞാൻ വെളിപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി ഇവന് ആ നന്ദുവിന്റെ കൂടെ ഒരു മുറിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് എന്ന് പറയുമ്പോഴേക്കും സത്യമാണോ അനിയെന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അനിയൊന്നും മിണ്ടാ തലമുണിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, കണ്ടോ മുത്തശ്ശ, അവൻ എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കാരണം അവനെ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്നേ വരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അത് എൻ്റെ ഒരു കസിനാണ്. അവൻ്റെ കൂടെ പണ്ട് തൊട്ടേ ഞാൻ അത്രയ്ക്കും ക്ലോസ് ആയിട്ട് പെരുമാറാറ്. അതുകൊണ്ടന്ന് ഇവൻ്റെ വിഷമമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സുഖമില്ലായിരുന്നുണ്ടാ അങ്ങനെയൊക്കെ ഉണ്ടായത്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവനെന്നെ ഉപേക്ഷിക്കാൻ ശ്രമിക്കാം മുത്തശ്ശ, അതിന് സമ്മതിച്ചു കൊടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കരഞ്ഞിട്ട് അവിടുന്ന് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നുണ്ട്. അനിയും നന്ദു തമ്മിലൊരു മുറിയിൽ കഴിഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോൾ തന്നെ എല്ലാവരും അനാമികയുടെ സൈഡ് ആവുന്നുണ്ട്. അനിക്ക് മറ്റു വാക്കുകളൊന്നും ഇല്ലല്ലോ. ഇപ്പോഴും നന്ദുവിനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടെന്ന് അനാമിക പറയുമ്പോഴും അനിക്ക് മറ്റൊരു വാക്ക് പറയാനില്ല. കാരണം ജാനകി കണ്ടായിരുന്നു ഇവർ തമ്മിൽ വീഡിയോ കോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും പറയാനില്ല നിൽക്കുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും അനി നീ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരും യോജിക്കുന്നില്ല. കാരണം ഇപ്പോൾ പറഞ്ഞപ്പോൾ തെറ്റുകാരൻ നീയാണ്. നന്ദുവായിട്ടൊരു മുറിയിൽ കഴിഞ്ഞെന്നും അവളുടെ കൂടെ വീഡിയോ കോൾ ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ
പിന്നെ ഞങ്ങൾ നിന്നെ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, ഒരു മുറിയിൽ ഞങ്ങൾ ഉണ്ടായിരുന്ന സത്യമാണ്, പക്ഷെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. അന്നോളം പോകുന്നോണ്ട് തന്നെ കുറെ നിങ്ങൾ സംസാരിച്ചിരുന്നല്ലാതെ മറ്റൊരു ബന്ധം ഉണ്ടായില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയൻ അവിടെ നിന്ന് കരയുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, എന്തിനാണ് ഈ കരയുന്നത്? സ്വന്തം അനിയത്തിനെ വെല്ലോന്റെയും കൂടെ ഒരു മുറിയിൽ കഴിയാൻ വിട്ടിട്ട് നിന്ന് കരയുന്നത് കണ്ടില്ലേ, നാണം കിട്ടുള്ളത് പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഇത് ചെറിയമ്മേ കാര്യം സംസാരിക്കല്ലേ, തെറ്റുകാരൻ ചെറിയമ്മയുടെ മകൻ മാത്രമാണ്. ഒരിക്കലും നന്ദു തെറ്റുകാരില്ല. വീട്ടിലേക്ക് നന്ദുവിനെ ഭീഷണിപ്പെടുത്തിയ ഇവനെ അങ്ങോട്ടേക്ക് വിളിക്കാറ്. ഇവന് ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ പാവം ഇങ്ങോട്ട് ഇവനെ കാണാൻ വേണ്ടി വരുന്നത്, അല്ലാതെ ഒന്നും കൊണ്ടൊന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശാണെങ്കിൽ വഴക്ക് പറയുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നീ അവളുടെ സപ്പോർട്ടിലേ നിൽക്കുള്ളൂ, അതുകൊണ്ട് നിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്ന് പറഞ്ഞ ജാനകി ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ മൊത്തത്തില് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് എല്ലാവരും. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ഇനി ഇവിടെ ആരും ഒരു സംസാരം വേണ്ട. അനി, നിന്റെ കുട്ടികൾ നീ പറഞ്ഞെങ്കിലും അത് ഞങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്തായാലും കുട്ടി പുറത്തേക്ക് വരുമല്ലോ, അപ്പൊ നമുക്ക് തീരുമാനിക്കാം ഇത് ആറ് കുട്ടിയാണെന്ന്. അതുവരെ ആരും അനാമിക മോളെ ടെൻഷൻ അടിപ്പിക്കോ വിഷമിപ്പിക്കോ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടുന്ന് കയറി പോകുന്നുണ്ട്.